ഹലോ അസ്സലാമു അലൈക്കും. ഒന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇടാത്ത വയ്യാത്തത് കാരണമാണ് കേട്ടോ. അന്നൊരു വിരുന്ന് പോയ ദിവസത്തെയും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കുട്ടികളെ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് ദീപാവലി ദിവസത്തിൽ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഉമ്മയും കുട്ടികളൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. വിരുന്ന് പോവാണല്ലോ, അപ്പോൾ 2-3 ദിവസത്തിന് പോവാണല്ലോ, അപ്പോൾ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ വീട് കേട്ടോ. അതിരിക്കണ ഉപ്പയാണ്, ഇതാണ് വീട് കേട്ടോ. എല്ലാവരും വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനായിരിക്കും കേട്ടോ. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ താഴെ ആങ്ങളെയും ഉമ്മയും ഉപ്പയും അവർ കുടുംബമാണ് കേട്ടോ ഉള്ളത്. ബാക്കി ഞങ്ങൾ 4 മക്കളാണുള്ളത്. അതിൽ ഞാനും താത്തയും കുട്ടികളും കേട്ടോ വന്നിട്ടുള്ളത്. അവളുടെ ഒരു മോളും എൻ്റെ 3 മക്കളുമാണ് കേട്ടോ ഉള്ളത്. അവളുടെ മറ്റേ 3 മക്കൾ ഗൾഫിലും ഒക്കെ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രം കേട്ടോ ഇന്ന് ഉള്ള ഇക്കട ഭാര്യയും മക്കളും നാളെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞുള്ളത്. അപ്പം ഇന്ന് മന്തിയാണുള്ളത് കേട്ടോ. ഉപ്പ ഇറച്ചിയൊന്നും കഴിക്കാത്ത കാരണം മീനും കറിയും പച്ചക്കറിയും ഉണക്കമീൻ വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ചോറിൻ്റെ മുകളിൽ ഉണക്കമീൻ കുത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ കണ്ടത്. എന്ത് വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ. പൂരത്തിൻ്റെ തലേ ദിവസം പന്തൽ ഉദ്ഘാടനം ചെയ്യും. ആനയും കൊട്ടൊക്കെ പോയിട്ട് ഇതുപോലെ മരുന്ന് പണിയൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ നിന്നാലും ഇത് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇത് ഇതുപോലെ മരുന്ന് പണി വീടിൻ്റെ അവിടെ നിന്നാലും കാണാം കേട്ടോ. ഇത് മോൻ പുറത്ത് പോയിട്ട് എടുത്തു തുടങ്ങാണ് കേട്ടോ. പഞ്ചവടി അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഹൈവേ വന്ന കാരണം ഉത്സവമൊക്കെ അധികം ആഘോഷമൊന്നുമില്ല കേട്ടോ. റോഡൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയ കാരണം അധികം ആഘോഷങ്ങളൊന്നുമില്ല. ആഘോഷങ്ങളൊക്കെ ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു കേട്ടോ. ഇതാ അപ്പം മോന് പുറത്ത് പോയിട്ട് എടുത്തിട്ടുള്ള മരുന്ന് പണിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇത് പന്തല് ഉദ്ഘാടനം കഴിഞ്ഞ് ഇതാ ലൈറ്റൊക്കെ ഓണാക്കി കേട്ടോ. ഇതാണ് കേട്ടോ പന്തല്. 2 പന്തലുണ്ടാവും കേട്ടോ, വടക്ക് ഭാഗവും തെക്ക് ഭാഗവും. അതിലൊന്നാണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ 2ാമത്തെ പന്തല്. ഇനി ഇത് ആനച്ചമയാണ് കേട്ടോ. ആനച്ചമയം തലേ ദിവസം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ വീഡിയോ എടുത്തിട്ടുള്ള ദീപാവലിയുടെ അന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിൽ പണികൾ ഓരോരുത്തർ തേങ്ങ ചിരകണ, ഇറച്ചിക്കറി, കോഴിക്കറി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ പുറത്ത് ഉണ്ട്. ചിലവർ മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. ആങ്ങളുടെ മക്കൾക്ക് മദ്രസ ഉണ്ടായിരുന്നു, അവർ മദ്രസയിൽ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മോനെടുത്തതാണ് കേട്ടോ. അതാണ് വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ വീട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ഞാൻ ചിക്കൻ കറി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കണതിനിടയിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. ചായ കുടിക്കണ സമയമായിട്ട് താഴെ എൻ്റെ 2 മക്കളും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്ത അവർക്ക് മദ്രസയ്ക്ക് പോകാൻ പറ്റിയില്ല. മദ്രസയിൽ ലീവ് പറഞ്ഞിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോഴത്തേനും ഇവിടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിന് ഉച്ചക്കൽക്ക് നെയ്ച്ചോറാണ് വെക്കണത് കേട്ടോ. പിന്നെ ഫ്രൂട്ട് സാലഡും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോഴത്തേക്കും മദ്രസയിൽ പോയവരൊക്കെ തിരിച്ച് വന്ന് ഉറങ്ങണവരൊക്കെ വിളിച്ചുണർത്തി എല്ലാവരും കൂടി ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ബാക്കി നെയ്ച്ചോറിൻ്റെ പണിയും ബാക്കിയുള്ള പണികൾക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്കൽക്കുള്ള നെയ്ച്ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. തിരക്കായ കാരണം അപ്പം അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഫ്രൂട്ട് സാലഡിൻ്റെ ഫ്രൂട്ട്സൊക്കെ ആദ്യം മുറിച്ച് സീറയിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റാർഡിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട് സാലഡായിട്ട്. അപ്പോൾ അങ്ങനെ ചോറ് ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നെയ്ച്ചോറുണ്ട്, തലേദിവസം മന്തി ഉണ്ടായിരുന്നു ചൂടാക്കിയിട്ടുണ്ട്, പപ്പടം പൊരിച്ചത്, ഉപ്പാക്ക് മീൻ കറി, മീൻ വറുത്തത് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറ് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം പൂരം കാണാൻ പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വീണ്ടും ഫ്രണ്ടിൽ കൂടെ പോകണത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സാലഡ് ചോറ് തിന്നു കഴിഞ്ഞപ്പോൾ സാലഡൊക്കെ എല്ലാവർക്കും ടേബിളിൽ കൊടുന്ന് വെച്ച് കൊടുത്ത് അതെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കൂടെ പൂരം കാണാൻ പോയിട്ടായിരുന്നു കേട്ടോ. പൂരത പോണ പ്രാവശ്യം ആനകളും ഒക്കെ കുറവായിരുന്നു. 3 ആനകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ കലാരൂപങ്ങൾ, ശിങ്കാരിമേള അങ്ങനത്തെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പൂരം പൊതുവെ പരിപാടികളൊക്കെ കുറവായിരുന്നു കേട്ടോ. പൂരത കുട്ടികൾ കാണാൻ പോയപ്പോൾ തുടർന്നാണ് കേട്ടോ. അത് ആൾക്കാരും കുറവായിരുന്നു, കാണാനുള്ള ആൾക്കാരും കുറവ്. കാരണം റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നടുവിൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് 2 സൈഡും സർവീസ് റോഡൊക്കെ ആക്കി മാറ്റിയ കാരണം പൂരത്തിന് എന്താ പറയുക പൊലിമ കുറവായിരുന്നു കേട്ടോ. ആൾക്കാരും കുറവായിരുന്നു. അപ്പോൾ ഇതാ പൂരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ശിങ്കാരിമേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാർ കണ്ടോ വളരെ കുറവാണ് കണ്ടോ. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ഇക്കൊല്ലത്തെ പൂരം ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രക്കുള്ള വയ്യാത്ത കാരണമാണ് വീഡിയോ അധികമൊന്നും ഇടാത്തത്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.